ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് മയോണീസ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ മുമ്പ് പച്ച മുട്ട കൊണ്ട് മയോണീസ് ഉണ്ടാക്കിയത് എൻ്റെ ചന്ദ്രീസ് വേൾഡ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇത് ബോയിൽ എഗ്ഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ്, കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറേ നേരം മിക്സി ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ ഇന്ന് ഞാൻ മിൻറ്റ് മയോണീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുതിന ഇല, ഒരു 4 വലിയ വെള്ളുള്ളി മുറിച്ചതാണ്, പിന്നെ 1 സ്പൂൺ പഞ്ചസാര, പിന്നെ 2 മുട്ട, പിന്നെ 2 സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 2 സ്പൂൺ വിനീഗർ വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണ പണി മാത്രമേ ഉള്ളൂ, പെട്ടെന്നാവും ചെയ്യും. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർക്കണം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ച് വേണം അളവ് കൂട്ടാനും കുറയ്ക്കാനും. ഞാൻ 1 ടീസ്പൂണേ ചേർക്കാറുള്ളൂ പെപ്പർ പൗഡർ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യം കുറച്ച് സാധനങ്ങളിട്ട് അടിച്ചതാണ്. ഇനി ഇതിൽ പെപ്പർ പൗഡറും ഒലിവ് ഓയിലും മാത്രം ലാസ്റ്റ് ചേർക്കുള്ളൂ, കാരണം പൗഡറല്ലേ, അപ്പോൾ ലാസ്റ്റേ ചേർക്കുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കണേ. കടയിൽ നിന്ന് വാങ്ങണേൽ നമുക്ക് അറിയില്ല നമ്മൾ എന്തൊക്കെ ചേർക്കേണ്ടതെന്ന്. ലാസ്റ്റ് ഒലിവ് ഓയിലും പെപ്പർ പൗഡറും ചേർത്തു. ഇനി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി മയോണൈസ് റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും എന്നോട് ഇനി വെജിറ്റേറിയൻകാർക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോ ഞാൻ വെജിറ്റബിൾ മയോണൈസ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൽ മുട്ട ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു മുട്ട റോ എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കിയ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇത് ബോയിൽഡ് എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ ഇതിലാവുമ്പോൾ കുറച്ച് എണ്ണയൊന്നും അധികം വേണ്ട. അതിൽ റോ എഗ്ഗിൽ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ വേണം. ഇതിന് അത്ര ആവശ്യമില്ല. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വീട്ടിലുണ്ടാക്കാം. ഇതിപ്പോൾ കഷ്ടിച്ച് ഒരാഴ്ചയ്ക്കുള്ളതേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ദിവസം കഴിക്കുന്നവരാണെങ്കിൽ 2-3 ദിവസം എത്തുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച എത്തും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ.